നമസ്കാരം. പിണറായി വിജയൻ വിദേശത്തേക്ക് പോയിട്ട് ഇപ്പോൾ യാതൊരു അഡ്രസ്സുമില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ പാർട്ടിക്കോ അല്ല മന്ത്രിമാർക്കോ യാതൊരു വിവരവുമില്ല എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കെ ഇതിനിടയിൽ ഗണേശൻ ഇന്തോനേഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇന്തോനേഷ്യയിലെ വലിയൊരു കമ്പനിയുമായിട്ടുള്ള ഇടപാടുകളെല്ലാം തീർത്ത ശേഷമാണ് ഗണേശൻ എത്തിയത് എന്നുള്ള വാർത്തയാണ് നമ്മൾ പുറത്തു വരുന്നത്. പിണറായി വിജയൻ വിദേശത്തേക്ക് എന്തിനാണ് പോയത്? ഇതിൽ പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യൂഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന്, അതായത് അഞ്ചരക്കണ്ടി എന്നുള്ള പ്രദേശത്ത് നിന്ന് ഒരു റൈസ് പുള്ളർ ഒറിജിനൽ മെറ്റീരിയൽ അദ്ദേഹം ഇവിടെ നിന്ന് കടത്തുകയും വിദേശത്തേക്ക് കടത്തുകയും അദ്ദേഹം അതിൻ്റെ ബിസിനസ് ചെയ്തു എന്ന് പറയുന്നൊരു കാര്യമാണ്. 63-21 എന്നുള്ള അനുപാതത്തിലുള്ള ആ റൈസ് പുള്ളറിൻ്റെ വില ഏകദേശം 14 ലക്ഷം കോടി രൂപയാണ് എന്നുള്ളതാണ്. അത് വിദേശത്താവുമ്പോൾ ഇതിൽ കൂടുതൽ കിട്ടും. ഡോളറിലാണ് ഇടപാടുകളെല്ലാം നടക്കുക. വിദേശത്താവുമ്പോൾ അവിടെ നിന്ന് തന്നെ മക്കളുടെ പേരിലേക്ക് അവിടെ തന്നെ അക്കൗണ്ട് ഉണ്ടാക്കി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കുമില്ല. അതേപോലെ മകൾക്ക് ധാരാളം ബിസിനസ് ഉള്ളത് IT മേഖലയിൽ അവർക്ക് വലിയ തോതിലുള്ള പലതരത്തിലുള്ള ബിസിനസ് എല്ലാ മേഖലയിലും ഉണ്ട്. പല രാജ്യങ്ങളും അവർക്കുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് കാനഡയിലടക്കം അവർക്ക് ബിസിനസ് ഉണ്ടെന്നുള്ള കാര്യം നേരത്തെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ബിസിനസ് ഒറിജിനൽ ആണെങ്കിൽ അത് 63-21 എന്നുള്ളതാണെങ്കിൽ 14 ലക്ഷം കോടി രൂപ കിട്ടുമെന്നാണ് എന്നോടൊരു മെട്രോളജിസ്റ്റായ ശ്യാം കുമാർ പറഞ്ഞത്. ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നും അഞ്ചരക്കണ്ടിയിൽ അവിടെ നിന്നൊരു റൈസ് പുള്ളർ ഒറിജിനൽ കിട്ടിയിട്ടുണ്ടെന്നും ന്യൂക്ലിയർ പവറടങ്ങിയ റൈസ് പുള്ളർ വിദേശത്തേക്ക് കടത്തിയെന്നുമുള്ള വിവരങ്ങളാണ് പറയുന്നത്. അത് ശരി. നേരത്തെ നമ്മളോട് ഷാജി പാണ്ഡ്യാലെ പറഞ്ഞ വിവരങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹം ഇത് ഇങ്ങനെയൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ള വിവരം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് പെട്ടെന്ന് ആരും അറിയാതെ, ഗവർണർ അറിയാതെ, കേരളത്തിലെ മന്ത്രിസഭാ അംഗങ്ങൾ അറിയാതെ, പാർട്ടി അറിയാതെ അദ്ദേഹം പോയത്. ഇപ്പോൾ നാഥനില്ല കളരിയാണ് കേരളത്തിൽ. ഭരണത്തിൽ മുഖ്യമന്ത്രി ഇല്ലാത്തത് കൊണ്ട് മന്ത്രിമാരാരും സ്ഥലത്തില്ല, മന്ത്രിസഭാ യോഗങ്ങളില്ല, ആകെ കുത്തഴിഞ്ഞ മട്ടിലാണ് കേരളത്തിലെ സ്ഥിതി. ഇനി പിണറായി വിജയൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് PC ജോർജ് പറയുന്നത്. കാരണം അദ്ദേഹം ഇവിടെ വന്നാൽ അറസ്റ്റിലാകും, മകളും അറസ്റ്റിലാകും, മകനും മക്കളും ഭാര്യയും എല്ലാവരും അറസ്റ്റിലാകും. ഈ സന്ദർഭത്തിൽ അതിനെ നേരിടുന്നത് ഏറ്റവും എളുപ്പമാർഗം ഇവിടെ വരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ആവശ്യത്തിന് പണവുമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് പേടിക്കാനുള്ളത്? അദ്ദേഹം പോകുന്നതിന് മുമ്പ് ക്ലിഫ് ഹൗസിൽ വെച്ച് വലിയ പൂജാകർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഹോമകുണ്ടമടക്കം ഉണ്ടാക്കി വലിയ തോതിലുള്ള ഒരു പൂജ തന്നെയാണ് നടത്തിയത് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിനെ പ്രമുഖരായ പൂജാരികളെ വരുത്തിച്ചിരുന്നു, ജ്യോത്സ്യന്മാരെ വരുത്തിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളും പറയുന്നുണ്ട്. അത് താനൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറയുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ അരക്കെട്ടിലുള്ള ഏലസ് തന്നെ മനസ്സിലാക്കി തരേണ്ടത് അദ്ദേഹം ഭയങ്കര അന്ധവിശ്വാസി തന്നെയാണ്. അദ്ദേഹം പുറമേ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് നടിച്ച് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് വലിയ പ്രസ്താവനകളൊക്കെ ഇറക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അരക്കെട്ടിലുള്ള ചരടിനെ കുറിച്ചിട്ടും ഏലസിനെ കുറിച്ചിട്ടും നമ്മുടെ ശോഭാ സുരേന്ദ്രൻ മുമ്പ് പ്രസംഗിച്ചുള്ള കാര്യം നമുക്ക് ഒന്ന് കേട്ടു നോക്കുന്നത് രസകരമായിരിക്കും. നിങ്ങൾ ഇപ്പോഴാണ് തൃശ്ശൂരിൽ നിന്ന് ആളുകളെ പണം കൊടുത്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ മന്ത്രവാദം ചെയ്യാനും പിണറായി വിജയന്റെ അറയിൽ ഒരു രസമണി കെട്ടിക്കൊടുക്കാനും വന്ന ആളുടെ കഥ വരെ എനിക്കറിയും. കളിക്കേണ്ട കവന എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേട്ടല്ലോ, അരക്കെട്ടിലുള്ള ഏലസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ. അതിനെപ്പറ്റിയിട്ട് എന്താണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്? എന്നോട് കളിക്കേണ്ട കളവാ എന്നാണ് പിണറായി വിജയനോട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പിണറായി വിജയൻ നേരത്തെ ഒരു ബിസിനസ്സുകാരനാണ്. CPM-നെ ഉപയോഗിച്ച് കച്ചവടം നടത്തുകയായിരുന്നു ഇത്രയും കാലം അദ്ദേഹം ചെയ്തിട്ടുള്ളത്. CPM-നെ മറിയാക്കി, അതേപോലെ ഭരണത്തെ മറിയാക്കി, അദ്ദേഹം എന്തിനെ മറിയാക്കി പൈസ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. കള്ളക്കടത്തും ഡോളർ കടത്തും ലൈഫ് മിഷൻ തട്ടിപ്പും AI ക്യാമറ തട്ടിപ്പും മാസപ്പടി വിവാദവും കരിമണൽ കച്ചവടവും എല്ലാം ഏത് മേഖല എടുത്താലും അദ്ദേഹം തട്ടിപ്പ് തന്നെ. കേരളത്തിലെ മണ്ണ് മാഫിയയുമായിട്ടുള്ള ബന്ധം, കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മണ്ണ് മാഫിയ കേന്ദ്രമായിട്ടുള്ള ബന്ധങ്ങൾ പിണറായി വിജയനുണ്ട്. കല്ല് മാഫിയ ആയിട്ടുള്ള ബന്ധമുണ്ട്, മരം മാഫിയ ആയിട്ടുള്ള ബന്ധമുണ്ട്, മണൽ മാഫിയായിട്ട് ബന്ധമുണ്ട്. എവിടെ എന്ത് കച്ചവടം നടന്നാലും അതിൻ്റെ കമ്മീഷൻ പിണറായി വിജയൻ ഉറപ്പിച്ച ശേഷമാണ് കേരളത്തിൽ പോലീസ് സംവിധാനങ്ങൾ അവർക്ക് അനുകൂലമായി നടപടിയെടുത്തുകൊണ്ട് അവർക്കും കമ്മീഷൻ കൊടുത്തുകൊണ്ട് ഇത്തരം പരിപാടികൾ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി 25,000 കോടി രൂപ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ കിട്ടുന്നത് മരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട് ഈ 8 വർഷം കൊണ്ട് അദ്ദേഹം ഏകദേശം 50 ലക്ഷം കോടി രൂപ ഉണ്ടാക്കി എന്നുള്ളതാണ്.
നമ്മൾ വിചാരിക്കുന്നത് ചെറുതൊന്നുമല്ല. 1,00,000 കോടിയുടെ മരുന്നും ആണ് ഓരോ വർഷവും കച്ചവടം നടക്കുന്നത്. അല്ലെങ്കിൽ 25% കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എത്രയായി? ഇതിനെ ചുവട് വെച്ചാണ് വീണ ജോർജ് തൻ്റെ സ്വന്തം വീട്ടിൽ ഭർത്താവ് തന്നെയാണ് അവിടെ ഈ പറയുന്ന കച്ചവടങ്ങൾക്കെല്ലാം മരുന്ന് മാഫിയായിട്ട് ചർച്ചകൾ എല്ലാ ഞായറാഴ്ചയും വീണ ജോർജ് എത്തുന്ന മുറയ്ക്ക് അവിടെ ഭർത്താവും അതേപോലെ മരുന്ന് മാഫിയയുടെ ഡ്രഗ് മാഫിയയുടെ ആളുകളും എത്തും. പഴയ സാധനങ്ങൾ മേടിക്കുക, എന്നിട്ട് കത്തിക്കുക, അവരുടെ മരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കത്തിക്കുക എന്നുള്ള പരിപാടികളാണ് കഴിഞ്ഞ കുറേ കാലം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് പഴയ മരുന്ന് വാങ്ങുക, അതിൻ്റെ രേഖകൾ കത്തിക്കുക. അങ്ങനെ നമുക്കറിയാം കഴിഞ്ഞ കോവിഡ് കാലത്ത് പോലും 1,500 കോടിയുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. കിറ്റും മാസ്കും അതുപോലെയുള്ള ഉപകരണങ്ങളെല്ലാം വാങ്ങി നമ്മളെ പറ്റിക്കുകയായിരുന്നു. 100 രൂപയ്ക്ക് കിട്ടേണ്ടത് 1000 രൂപ മേടിക്കും, 400 രൂപ മേടിക്കേണ്ടത് 1,500 രൂപ മേടിക്കും. അങ്ങനെയുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് തുടർച്ചയായിട്ട് യാതൊരു ടെൻഡറും വിളിക്കാതെ യാതൊരു യോഗ്യതയില്ലാത്ത കമ്പനികളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പിണറായി വിജയന് അതൊന്നും വേണ്ട. ഇപ്പോൾ പിണറായി വിജയന് 14,00,000 കോടി രൂപ എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ കേരളത്തിലെ സ്ഥാനം എന്തിനാണ്? അദ്ദേഹം തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും PC ജോർജിൻ്റെ ഭാഷയിൽ അദ്ദേഹം തിരിച്ചു വരില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് വലിയ ആഭിചാര പൂജകളടക്കം നടത്തി എന്നുള്ള വിവരങ്ങളും ആണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും രസകരമായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ മുച്ചോട് നശിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ മുങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണോ? പിണറായി വിജയൻ കോടാനുകോടിയുടെ സമ്പാദ്യം ഉണ്ടാക്കി കേരളത്തിലെ പാവപ്പെട്ടവർക്ക് കുറച്ച് സമ്പാദ്യം കൊടുത്തുകൊണ്ട് ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ജനിച്ചവനാണ്, പാവപ്പെട്ടവരുടെ നീതി നടപ്പിലാക്കാൻ വരുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആളായിട്ടും വരുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം പിണറായി വിജയൻ മറ്റുള്ളവർക്ക് കൊടുത്തുള്ള ശീലമില്ല, ഇങ്ങോട്ട് വാങ്ങിയുള്ള ശീലമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ അദ്ദേഹം മുമ്പ് പാർട്ടിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? ലാവ്ലിൻ കേസിൽ 8 കോടി രൂപ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? പാർട്ടിയുടെ അന്നത്തെ ഒരു പാർട്ടിയുടെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 8 കോടി പാർട്ടിയെ കൊടുത്ത് പാർട്ടിയെ കൂടെ നിർത്തിയിട്ടാണ് കച്ചവടമെല്ലാം പിണറായി വിജയൻ ലാവ്ലിൻ കേസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ലാവ്ലിൻ കേസ് 42ാം തവണ ബെഞ്ച് വഴിയും 22 തവണ രജിസ്റ്റർ വഴിയും മാറ്റിവെച്ച് 8ാം വർഷത്തേക്ക് കടക്കുകയാണ് കേസ്. 8 വർഷം പിന്നിടുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് യാതൊരു കുലുക്കവുമില്ല പിണറായി വിജയനെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിന്. കാരണം കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു മണ്ണാങ്കട്ടയുമില്ല. ഇവിടെ BJP തകരുന്നു, CPM തകരുന്നു, കോൺഗ്രസ് വളരുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. നന്ദി, നമസ്കാരം.